കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. നമ്മൾ ഈ വചനം കേട്ടു പോകുമ്പോൾ ഒരാന്തരിക സൗഖ്യം, മനോഹരമായ തിരുമണിക്കൂർ ആരാധനയെ സംബന്ധിക്കുമ്പോൾ ആന്തരിക ശാരീരിക സൗഖ്യങ്ങൾ. യോഹന്നാൻ 5 ഒരു വലിയ സൗഖ്യം ബെഥേസ്ദാ കുളത്തിൻ്റെ തീരത്ത് 37 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ. 37 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ മാലാഖ വന്ന് ഉറവയിളക്കിയപ്പോൾ കുളിച്ചവർക്ക് സൗഖ്യം. അന്നത്തെ അറിവിൻ പ്രകാരം ഇത് മാലാഖ ഉറവയിളക്കിയെന്ന് പറയും. അതിൻ്റെ ശാസ്ത്രീയ വ്യാഖ്യാനം, ഈ ബെഥേസ്ദാ കുളത്തിൻ്റെ അവിടെ ചില സ്ഥലങ്ങളിൽ ഭൂമിയിലുള്ള കീഴിലുള്ള സമ്മർദ്ദത്തിൽ ഒരു ഉറവക്കണ്ണി പൊങ്ങി വരും. ആ ഉറവക്കണ്ണിയിൽ ഒരുപാട് ഔഷധമുണ്ട്. അത് കുടിക്കുന്നവർക്കും അതിൽ കുളിക്കുന്നവർക്കും സൗഖ്യം. ഇന്നും ഒമാനിൽ സലാല എന്നൊരു സ്ഥലമുണ്ട്, യമൻ്റെ അതിർത്തിയിലാണ്. അവിടെ ചെന്നാൽ കാണാം ഒരു ഉറവക്കണ്ണി. ഇതിങ്ങനെ വെള്ളം പൊങ്ങി വരുമ്പം ഒരു പന്ത് വെച്ചാൽ പന്ത് താഴുകയില്ല, പ്രഷറിലിങ്ങനെ വായുവിൽ പന്ത് തള്ളി തള്ളി നിൽക്കും. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട്. ഈ ഒരു ഉറവ ഇളക്കുന്ന സമയത്ത് കുളിക്കുന്ന ആർക്ക് സൗഖ്യം. ഈ സൗഖ്യമാണ് യേശു അവിടെ ആ കുളത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉറവ ഇളക്കുമ്പം കുളിക്കാൻ ആഗ്രഹിച്ചിട്ടും വെള്ളത്തിങ്ങ് കൊണ്ടുപോകാൻ ആളില്ലാതെ ഒരു മനുഷ്യൻ ആകെപ്പാടെ ക്ഷീണിതനായി വർഷങ്ങളോളം അവിടെ കാത്തു നിൽക്കുന്നു. 37 വർഷമായി. യേശു വരുമ്പോൾ 32 വയസ്സ്. യേശു ജനിക്കുന്നതിന് 5 വർഷം മുമ്പേ കിടക്കാൻ തുടങ്ങിയവനാണ് ഈ തളർവാദ രോഗി. അങ്ങനെ വരുമ്പോൾ അവനെ സൗഖ്യപ്പെടുത്താൻ ആരുമില്ല. പക്ഷേ യേശു വന്ന് അവൻ ഓർക്കാത്ത സമയത്ത് അവനെ സൗഖ്യപ്പെടുത്തി. എന്നിട്ട് പറയുന്നു, സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഇന്നും എത്രയോ സംഭവങ്ങളാണ് നടക്കുക. ഓർക്കുന്ന സമയത്താണോ തമ്പുരാൻ പ്രവർത്തിക്കുക? നമ്മൾ ഓർക്കാത്ത സമയത്തല്ലേ. മോശ ഓർത്തത് എന്താ? 20-ാം വയസ്സിൽ നേതാവാകാം. ദൈവം നേതാവാക്കിയവൻ വയസ്സ് 80 കഴിഞ്ഞു. സക്കറിയ ഓർത്തു 30കളിൽ അപ്പനായാൽ കൊള്ളാം. പക്ഷേ സ്നാപയോഹന്നാൻ്റെ ബർത്ത്ഡേയും സക്കറിയയുടെ സപ്തതി ആഘോഷവും ഒരുമിച്ചായിരുന്നു. ഓർത്ത സമയത്തല്ല നടന്നത്. പ്രാർത്ഥിച്ചവനായ സക്കറിയ പോലും പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. എല്ലാ പ്രതീക്ഷ അസ്തമിച്ച് ഇനിയൊരു കുഞ്ഞില്ല എന്ന് കരുതി സക്കറിയ ധൂപക്കുറ്റി ആഞ്ഞു വീശി ആട്ടി മധുബകയുടെ മുമ്പിൽ നടക്കുമ്പോഴാണ് ദൂതം എന്ന് പറയുക, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. വന്ധ്യെന്ന് മുദ്ര കുത്തപ്പെട്ട നിന്റെ ഭാര്യ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. യൂദയാട് മരുഭൂമിയിൽ ക്രിസ്തുവിന് പാതയൊരുക്കുന്ന യോഹന്നാൻ മഗ്ദാനി എന്ന് അവൻ അറിയപ്പെടും. സക്കറിയ ചോദിച്ചു, ഇതെങ്ങനെ ഒക്കും? ദൂതൻ ചോദിച്ചു, പിന്നെ എന്നാ ഒക്കുമെന്ന് ഓർത്തോണ്ടാ ഇത്രയും നാൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഒപ്പിച്ചു തന്നപ്പം സംശയിക്കുകയാണ്. സക്കറിയ മറന്നു, പക്ഷെ ദൈവം മറന്നില്ല. അപ്പോൾ ഓർക്കുന്ന സമയത്തല്ല പ്രവർത്തിക്കുക. അബ്രാഹം 20കളിൽ അപ്പനാകാൻ ആഗ്രഹിച്ചതാ. അപ്പനായപ്പോഴോ 100-ാം വയസ്സിൽ അബ്രാഹം ഒരു കുഞ്ഞില്ലല്ലോ കൊച്ചില്ലല്ലോ എന്നോർത്ത് വീടിൻ്റെ വരാന്തയിൽ കുത്തിയിരിക്കുമ്പം വീടിൻ്റെ പിന്നാമ്പുറത്തൊരു ശബ്ദം. നോക്കുമ്പം മിസ്സിസ് അബ്രാഹം സാറ കുത്തിയിരുന്ന് ഓക്കാനിക്കുന്നു. കിളിച്ചുണ്ടമാങ്ങ കടിച്ചു പറിക്കുന്നു. വാളം പുളി ചവച്ച് നുണയുന്നു. തല തൂത്ത് കൊടുത്തു, പുറം തടവി കൊടുത്തു, മുതുക് തല ഓടി കൊടുത്തു. ഓർത്ത സമയത്തല്ലല്ലോ. ഓർക്കാത്ത സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. അവന് സൗഖ്യം അങ്ങനെ. ക്യാൻസറിന് മരുന്ന് ചെയ്ത് മാറുകയില്ലെന്ന് കരുതി ദിവ്യകാരുണ്യ ആരാധനയിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ അസാധ്യമെന്ന് പറഞ്ഞ രോഗത്തിന് സൗഖ്യം. 100-ാം വയസ്സിൽ ഒരു സ്ത്രീയെ അമ്മയാക്കാൻ പറ്റുന്നവന് 50 വർഷം ചികിത്സിച്ച രോഗം മാറ്റാൻ ഒരു നിമിഷം മതി. എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്നു, എത്രയോ അത്ഭുതങ്ങൾ. കാരണം ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുമ്പം മനുഷ്യൻ്റെ ദേഹത്ത് തരംഗങ്ങൾ മാറി മാറി മാറും. തരംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ദേഹത്ത് 4 കൂട്ടം തരംഗങ്ങളുണ്ട്. 1 ആൽഫ തരംഗം, 2 ബീറ്റ തരംഗം, 3 ഡെൽറ്റ തരംഗം, 4 തേറ്റ തരംഗം. 4 കൂട്ടം തരംഗങ്ങൾ മാറി മാറി വരും. ഈ ആൽഫ തരംഗം ഒരു കുർബാനയിൽ പങ്കെടുത്ത് ഇറങ്ങുമ്പം നമ്മുടെ ദേഹത്ത് ആൽഫ തരംഗമാണ്. 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ ദേഹത്ത് ആൽഫ തരംഗമാണ്.
ഒരു അധ്യായം ബൈബിൾ വായിക്കുമ്പം, ഒരു കൊന്ത ചെല്ലുമ്പോൾ, ഒരു നല്ല ഭക്തിഗാനം കേൾക്കുമ്പോൾ, ഒരു ഭക്തിഗാനം പാടുമ്പോൾ ദേഹത്ത് ആൽഫാതരംഗമാണ്. ആൽഫാതരംഗമുള്ളവരുടെ മുഖത്ത് ദൈവം പ്രകാശം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ദൈവവുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ഒരു പ്രകാശമുണ്ട്. എഴുപ്രേസ്യാമ്മയുടെ തലയുടെ മുകളിൽ ഒരു പ്രകാശം, അൽഫോൻസാമ്മ, ചാവറയച്ചൻ, മദർ തെരേസ, വിശുദ്ധിയൊക്കെ തലയ്ക്ക് മുകളിൽ ഒരു ഹാലോ, ഒരു പ്രകാശമുണ്ട്. അത് ദൈവം പ്രകാശമാണ്. ആദ്യമായിട്ട് ദൈവം വായ തുറന്ന് ബൈബിളിൽ പറയുന്ന വചനം ഉൽപ്പത്തി 1:3, പ്രകാശം ഉണ്ടാകട്ടെ, പ്രകാശം ഉണ്ടാകട്ടെ. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ നടന്നു. രാത്രിയിൽ ദീപസ്തംഭത്തിൽ പ്രകാശം. യേശു പിറന്നപ്പോൾ പ്രകാശം പിറന്നു, നക്ഷത്രം ഉദിച്ചു. യേശു മരിച്ചപ്പം പ്രകാശം മരിച്ചു, സൂര്യൻ ഇരുണ്ടു. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായി 5:13-14, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. സങ്കീർത്തനം 34:10, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി മാറി. അപ്പോൾ ദൈവവുമായി ബന്ധപ്പെട്ട പ്രകാശമുണ്ട്. ആൽഫാതരംഗം വരുമ്പോഴാണ് മുഖപ്രകാശം. അച്ഛന്മാരും സിസ്റ്റേഴ്സിനെയും കാണുമ്പം ആൾക്കാർക്കറിയാം, സിസ്റ്റർമാർ സാരി ഉടുത്ത സിസ്റ്റേഴ്സാണെങ്കിലും മുഖം കാണുമ്പോൾ അറിയാം ഇത് സിസ്റ്ററാണ്. അച്ഛൻ പാൻസും കോട്ടും സ്വർണ്ണമാലയും മോതിരിട്ട് പോയാലും ആൾക്കാർക്കറിയാം ഇത് അച്ഛനാണ്. കാരണം മുഖം കാണുമ്പം നമുക്കറിയാൻ പറ്റും. ഒളിച്ചു വെക്കാൻ പറ്റാത്ത ഒരു പ്രകാശം നമ്മളിലുണ്ടായിരിക്കും ദൈവത്തോട് ബന്ധപ്പെടുമ്പം. ഈ ആൽഫാതരംഗം ഉള്ളവരെ എത്ര മണിക്കൂർ കേട്ടാലും കേൾക്കുന്നവർക്ക് മടുപ്പില്ല, മുഷിപ്പില്ല. അതുകൊണ്ടാണ് പെറ്റതള്ളയോട് വർത്തമാനം പറയുമ്പം മക്കൾ എഴുന്നേറ്റ് പോവുകയില്ല. എത്ര നേരം വേണേലും അമ്മയെ കേട്ടുകൊണ്ടിരിക്കും. അമ്മയുടെ ദേഹത്ത് ആൽഫാതരംഗം, അപ്പൻ്റെ ദേഹത്ത് ബീറ്റാതരംഗമാണ്. അപ്പം വർത്തമാനം പറയുമ്പോഴേ പിള്ളേർ ജീവനും കൂടെ ഓടാൻ തുടങ്ങും. ബീറ്റാതരംഗം. ഒരു സുപ്പീരിയർ ഒരുപാട് തല ചിന്തിച്ച് പുണ്ണാകുമ്പോൾ ബീറ്റാതരംഗം. എനിക്ക് എപ്പോഴും ഉണ്ട് ആൽഫാതരംഗമായിട്ട് പോകണം. പക്ഷേ ഇങ്ങനെ ചില സ്ഥാനത്തേക്ക് ഇരുന്ന് ചില തീരുമാനം എടുക്കുമ്പം അറിയാതെ ബീറ്റാതരംഗം. ബീറ്റാതരംഗം വരുമ്പം തലവേദന, സന്ധിവേദന, അലർജി, തുമ്മൽ, ചീറ്റിൽ, വയറ്റ് വേദന, കൊളുത്തിപ്പിടുത്തം, കുഴവേദന, ഇങ്ങനെ പല രീതിയിൽ വരാൻ തുടങ്ങും. അത് ബീറ്റാതരംഗം. ഇപ്പം ബീറ്റാതരംഗം ഒത്തിരി ടെൻഷൻ വരുമ്പം. 3, ഡെൽറ്റാതരംഗം. ഡെൽറ്റാതരംഗം പൊടി മയക്കത്തിൽ ദേഹത്തുണ്ടാകുന്ന തരംഗമാണ് ഡെൽറ്റാതരംഗം. ഉപ്പുമാവ് കഴിച്ച് കപ്പ് നനച്ച് ക്ലാസ്സിൽ പോയാൽ ഡെൽറ്റാതരംഗമാണ്. ഈ സമയത്ത് സാധാരണയായിട്ട് പ്രസംഗിക്കുമ്പം കേൾക്കുന്നവരുടെ ശരീരത്ത് ഡെൽറ്റാതരംഗമാണ്. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് 2:30 മറ്റും പ്രസംഗിക്കുമ്പം ധ്യാനകേന്ദ്രത്തിൽ ചില പെണ്ണുങ്ങൾ അച്ഛനെ നോക്കി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ തലയാട്ടുന്ന കാണാം. ഇത് ഡെൽറ്റാതരംഗമാണ്. പൊടി മയക്കത്തിൽ ഡെൽറ്റാതരംഗം. ചുറ്റുപാട് എന്തോ സംഭവിക്കുന്നറിയാം, പക്ഷേ ഒരു പൊടി മയക്കം, അത് ഡെൽറ്റാതരംഗം. 4, തേറ്റാതരംഗം. ഈ തേറ്റാതരംഗം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 1 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ദേഹത്തുണ്ടാകുന്ന തരംഗമാണ് തേറ്റാതരംഗം. നല്ല ഉറക്കത്തിൽ വരുന്ന തേറ്റാതരംഗം. നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബീറ്റ, ഡെൽറ്റ, തേറ്റാതരംഗങ്ങൾ ആൽഫാതരംഗമായി രൂപാന്തരപ്പെടുമ്പോൾ ദേഹത്തുള്ള രോഗങ്ങൾ വിട്ടുമാറും. അത്ഭുതകരമായ രോഗശാന്തി, സൗഖ്യാനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഭരണജ്ഞാനം അസിസി ധ്യാനമന്ദിരത്തിൽ ഓപ്പറേഷന് ധൈര്യം കിട്ടാൻ വേണ്ടി ധ്യാനം കൂടാൻ വരുന്നവരാ. ഓപ്പറേഷന് ധൈര്യം കിട്ടാൻ വേണ്ടി. പക്ഷെ ധ്യാനം കഴിയുമ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഭാഗത്തുള്ള അസുഖം കാണാനില്ല. അത്ഭുതകരമായ വിടുതൽ. ഇത് സൈക്കോളജിക്കൽ ഹീലിംഗ് അല്ല, തരംഗ ചികിത്സയിലൂടെ വരുന്ന ഒരു വലിയ മാറ്റം. ദിവ്യകാരുണ്യ സന്നിധി നമുക്ക് തരംഗം വരും. മത്തായി സുവിശേഷം 11:27 മുതലുള്ള വാക്യങ്ങൾ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് കൈപിടിച്ച് നടത്തുന്നു. അതാണ് ബെത്സേദ കുളത്തിൻ്റെ തീരത്ത് നമ്മൾ കാണുക, തടന്നവനെ സുഖപ്പെടുന്ന കർത്താവ്. വീണ്ടും യോഹന്നാൻ 9 മറ്റൊരു സൗഖ്യം നമ്മൾ കാണുന്നു, അന്ധൻ്റെ സൗഖ്യം. അന്ധൻ്റെ സൗഖ്യം, കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം. ശിഷ്യന്മാരിൽ നിന്ന് ചോദിച്ചു, ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടാണോ ഇവൻ്റെ അപ്പനമ്മമാരുടെ കുറ്റം കൊണ്ടാണോ? സഭയിൽ പണ്ടുണ്ടായിരുന്നതും ഇന്ന് ചില സ്ഥലങ്ങളിലെല്ലാം ഊന്നുന്നതുമായ തെറ്റായ ഒരു ധ്യാനപ്രസംഗവും പ്രബോധനത്തെയും കർത്താവ് തിരുത്തുന്നു. എന്തു വന്നാലും പൂർവ്വശാപം എന്ന് പറയുന്നത് ആൻറ്റി ബിബ്ലിക്കലാണ്, ബൈബിളിന് വിരുദ്ധമാണ്. KCBC, ബൈബിൾ കമ്മീഷൻ, കരിസ്മാറ്റിക് ഗ്രൂപ്പ് ഒക്കെ വിലക്കിയ ഒരു പ്രബോധനം ചിലർ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ട് നടപ്പുണ്ട്. എന്തു വന്നാലും പൂർവ്വശാപ ബന്ധനം, പൂർവികരുടെ ബന്ധനം, അത് തെറ്റാണെന്ന് ക്രിസ്തു ആദ്യം പഠിപ്പിച്ചത് യോഹന്നാൻ 9. അതുകൊണ്ട് ക്രിസ്തുവനിഷ്ഠരായ സഭയും മേൽപ്പെട്ടക്കാരും പഠിപ്പിക്കും, ആ അബദ്ധപ്രസംഗങ്ങൾ നടത്താൻ പാടില്ല. അത് നിരോധിക്കപ്പെടുന്നതും നിഷേധിക്കപ്പെടുന്നതും സഭ വിലക്കിയതുമാണ്. പൂർവ്വശാപ ബന്ധനങ്ങൾ പ്രസംഗത്തിൽ പറയരുതെന്നാണ്. അവിടെയാണ് അന്ധനായ മനുഷ്യനെ കാണിച്ച് ചോദിക്കുന്നു, ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടാണോ
ഇവൻ്റെ അപ്പനമ്മമാരുടെ കുറ്റം കൊണ്ടാണോ, പൂർവ്വശാപം കൊണ്ടാണോ? യേശു പറഞ്ഞു, അന്ധവിശ്വാസം ഇനി പറഞ്ഞു വരുത്തരുത്. അവൻ അന്ധനായത് ആരുടെയും പാപത്തിൻ്റെ ഫലമല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇവൻ അന്ധനായിരിക്കുന്നു. ഇപ്പം നമുക്കൊരു സംശയം, അന്ധതയിൽ എന്താണ് ദൈവത്തിൻ്റെ മഹത്വം? അന്ധതയിൽ എന്താണ് ദൈവത്തിൻ്റെ മഹത്വം? ഞാൻ റേബാൻ കണ്ണട മേടിക്കാൻ കാശില്ലാതെ അലയുമ്പോൾ 2 കണ്ണുമില്ലാത്ത അന്ധനെ കാണുന്നു. അപ്പോൾ ഓർക്കും, ദൈവമേ എനിക്ക് കാഴ്ചയുണ്ടല്ലോ. കാഴ്ചയുള്ളവൻ കാഴ്ചയില്ലാത്തവന് മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വം കാണണം. ഒരു ജോഡി ഷൂസ് മേടിക്കാൻ കാശില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കാലില്ലാത്ത ഒരുത്തൻ ഒരു കോലയിൽ ഞാന്ന് വരുന്നു. അപ്പോൾ കാലുള്ള ഞാൻ കാലില്ലാത്തവനെ കാണുമ്പോൾ ദൈവം എനിക്ക് തന്ന മഹത്വം ഞാൻ കാണണം. ഇതാണ് സൗഖ്യമെന്ന് പറയുക. ഒടിഞ്ഞ കൈ നുവരുന്നതല്ല, വളഞ്ഞ കാല് നേരെയാകുന്നതല്ല, മാരകമായ രോഗം മാറുന്നതല്ല. മനോഭാവത്തിൻ്റെ മാറ്റമാണ് ഏറ്റവും വലിയ സൗഖ്യം. എസെക്കിയേൽ 36:26. നിന്റെ ഹൃദയം പാറ പോലെ ഉറച്ചു പോയാലും ഞാൻ പിടിതെടുത്ത് മാംസളമായ ഹൃദയം തരും. ഏറ്റവും വലിയ അത്ഭുതം ക്യാൻസർ മാറുന്നതല്ല, ക്യാൻസർ ഉള്ള അവസ്ഥയെ ഇല്ലാത്ത അവസ്ഥ പോലെ ഫേസ് ചെയ്യാൻ മനക്കെട്ടിയുണ്ടോ? ഏറ്റവും വലിയ അത്ഭുതം അതാണ് ഏറ്റവും വലിയ അത്ഭുതം. യേശു പറഞ്ഞു, ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കിന്ന് അന്ധന്മാരെ ആണേലും വിശ്വസിക്കാൻ മേലാത്ത കാലം. ആദ്യ വെള്ളിയാഴ്ചകളിൽ കുറവലങ്ങാട് വഴിയുടെ മുറ്റത്ത് ചെന്നാൽ അന്ധന്മാരുടെ കോട്ടയം ജില്ലാ സമ്മേളനമാണ്. എത്ര പേരാ! സ്വയം പറയാൻ മേലാത്തവർ റെക്കോർഡ് ചെയ്തവരെ പുതപ്പോട് പുതപ്പിച്ചിട്ടാണ് പറയുക, കണ്ണുള്ള നിങ്ങൾ കണ്ണില്ലാതെ ഞങ്ങൾക്ക് വല്ലതും തന്നിട്ട് പോണേ. ഒരു ചേട്ടൻ ഒരന്ധന് 5 രൂപ ഇട്ട് കൊടുത്തു. ആ തുട്ടങ്ങ് ഉരുണ്ടുപോയി. അന്ധൻ ഒറ്റ ഓട്ടം ഓടിപ്പോയി തുട്ടെടുത്തുകൊണ്ട് വന്ന് ടർക്കിട്ടതിൽ വെച്ചു. ഇപ്പം കാശ് കൊടുത്ത ആൾ പറഞ്ഞു, താൻ കള്ളനാണ്, കാഴ്ചയുണ്ട്, തുട്ടെടുക്കാൻ ഓടിയല്ലോ. ഞാൻ പറഞ്ഞു, പൊന്നു സാറേ, എന്നെ ദ്രോഹിക്കരുത്, ഞാൻ യഥാർത്ഥ അന്ധന് പകരം വന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് അന്ധനാണ്. അപ്പം അവന് 5:30 ആകുമ്പോൾ ഞാൻ പോവും, മറ്റവൻ വരും. അവനവിടെ പോയതാ, അവൻ സിനിമ കാണാൻ പോയതാണ്. 5:30 ആകുമ്പോൾ തിരിച്ചു വരും. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഇവിടെയാണ് കർത്താവ് ഈ അന്ധനെ സൗഖ്യപ്പെടുത്തിയിട്ട് അയക്കുന്ന ഭാഗം കാണാം. എന്നിട്ട് ഈ സൗഖ്യം കൊടുത്തുകൊണ്ട് ഒരു പാഠം പഠിപ്പിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ചയല്ല അത്ഭുതം, പിന്നെയോ അന്ധതയുടെ അവസ്ഥയെ അന്ധതയില്ലാത്ത അവസ്ഥ പോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഭാവം ഈ സൗഖ്യവും കർത്താവ് പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന മുമ്പിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിൽ വലിയ മാറ്റം വരും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരുന്നത് പ്രാർത്ഥനാ വിഷയത്തിലല്ല, പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലാണ്. ഇതാണ് കുർബാന പഠിപ്പിക്കുന്ന പാഠവും അതാണ്. പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരുന്നത് പ്രാർത്ഥനാ വിഷയത്തിലല്ല, പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലാണ്. യേശു പ്രാർത്ഥിച്ചു, കാസ മാറ്റിത്തരണേ. കാസ മാറിയില്ല, കുടിക്കാൻ യേശുവിൻ്റെ മനസ്സിൽ മാറ്റം വന്നു. 2 കൊരിന്ത്യർ 12 പൗലോസ് പ്രാർത്ഥിച്ചു, കുത്തുന്ന മുള്ളെടുത്ത് മാറ്റണം. മുള്ള് മാറ്റുകയല്ല, ആ കുത്തുന്ന മുള്ളിനെ കുത്തേക്കാൻ പൗലോസിൻ്റെ മനസ്സ് ശക്തിയുള്ളതായിത്തീർന്നു. നിനക്കെൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി ഞാൻ വെളിപ്പെടുത്തും, നിനക്കെൻ്റെ കൃപ മതി. അപ്പോൾ ലോകത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന മാറ്റം, കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധനയിൽ പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരുന്നത് പ്രാർത്ഥനാ വിഷയത്തിലല്ല, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലാണ്. ഇതാണൊരു സൗഖ്യത്തിൻ്റേതായ ഒരു കാഴ്ചപ്പാടെന്ന് പറയുക. അപ്പോൾ ഈ വിശുദ്ധ കുർബാന നമുക്കൊരു വലിയ അനുഭവമായിട്ട് മാറുമ്പോൾ എന്താണ് ഈ വിശുദ്ധ കുർബാന? വിശുദ്ധ കുർബാനയെ വിളിക്കുന്ന വാക്ക് ക്രിസ്തുവിൻ്റെ ആത്മബലി. ക്രിസ്തുവിൻ്റെ ആത്മബലി. ആത്മബലി എന്ന രീതിയിൽ വിശുദ്ധ കുർബാനയിൽ 3 യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മബലി എന്ന രീതിയിൽ കുർബാനയിൽ 3 യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1 ഭൂതകാല യാഥാർത്ഥ്യം, 2 വർത്തമാനകാല യാഥാർത്ഥ്യം, 3 ഭാവികാല യാഥാർത്ഥ്യം. 3 യാഥാർത്ഥ്യങ്ങൾ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു. ഭൂതകാല യാഥാർത്ഥ്യം, 2016 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെസഹാട് രാത്രിയിൽ ക്രിസ്തു സ്ഥാപിച്ചു എന്ന രീതിയിൽ ഇതൊരു ഭൂതകാല യാഥാർത്ഥ്യമാണ്. ആരും ഓർത്തേക്കല്ലേ, ഇന്ന് 2016 ഒക്ടോബർ മാസം 10-ാം തീയതി പിതാവർപ്പിക്കുന്നൊരു കുർബാന ഇന്നലെയോ ഇന്നോ കണ്ടുപിടിച്ചതല്ല. അത് പുന്നക്കോടി പിതാവോ പോത്തനാമോഴി പിതാവോ കണ്ടത്തിൽ പിതാവോ ആരും കണ്ടുപിടിച്ചതല്ലല്ലോ. ഇന്നത്തെ കുർബാന ഒരു കടവിലെ വെള്ളമാണ്. ഒരു കടവിലെ വെള്ളമാണ് ഇന്നത്തെ കുർബാന. ഇവിടുന്ന് പുറകോട്ട് നമ്മൾ നീന്തുമ്പോൾ ഇതേ കുർബാന 1900 AD-യിലുണ്ട്, 800 AD-യിലുണ്ട്, 500 AD-യിലുണ്ട്, AD 33-ലുണ്ട്. ചരിത്ര സംഭവം. ഇന്നേക്ക്
2014 വർഷം പുറകോട്ട് നീന്തി ചെന്നാൽ ഒരു ഉറവ കാണാം, കുർബാന സ്ഥാപിച്ച ആ ആദ്യത്തെ രാത്രി. അവിടുന്ന് 2014 വർഷം ഒഴുകി വന്ന ഇന്നത്തെ കടവ്. ഇപ്പോൾ വിശുദ്ധ കുർബാന ഒരു ഭൂതകാല സത്യമാണ്, ചരിത്ര സത്യമാണ്. യേശുവിൻ്റെ ആത്മബലി എന്ന രീതിയിൽ കുർബാന ഒരു ഭൂതകാല യാഥാർത്ഥ്യമാണ്. 2, ഇത് വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. ഇന്ന് എനിക്ക് ബലം തരുന്നത് ഈ കുർബാനയാണ്. എത്ര മനസ്സിന് ഭാരമുണ്ടെങ്കിലും ഓടിച്ചെന്ന് ഇന്ന് എനിക്ക് ബലം നേടാം വിശുദ്ധ കുർബാനയിൽ നിന്ന്. ഇതൊരു വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. ഇന്ന് എനിക്ക് ബലം തരുന്ന ശക്തി എന്ന രീതിയിൽ. അതുകൊണ്ടാണ് എന്നും കുർബാനയിൽ പങ്കെടുത്തവർക്ക് ഒരു ദിവസം കുർബാനയില്ലെങ്കിൽ മനസ്സിനെന്തൊരു ഭാരമാണ്. കുർബാന നഷ്ടപ്പെട്ടു പോയാൽ അത് നഷ്ടപ്പെട്ട ദിവസമായിട്ട് തോന്നും. വർക്കിവിധേയത്തി പിതാവ് ഒരിക്കൽ സീറോ മലബാർ സഭയുടെ പ്രവാസി സംഗമം വിളിച്ചു കൂടിയപ്പം കപ്പുച്ചി സഭയുടെ പ്രതിനിധിയായി ഞാനും കാക്കനാട് പങ്കെടുക്കാൻ പോയി. അന്ന് ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജിയായ കുര്യൻ ജോസഫ് സാറുണ്ട്. അപ്പോൾ കുര്യൻ ജോസഫ് സാറ് പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നഷ്ടപ്പെട്ട ദിവസം കുർബാനയ്ക്ക് പോകാത്ത ദിവസമാണ്. എനിക്ക് ഏറ്റവും നേട്ടമുള്ള ദിവസം കുർബാനയിൽ പങ്കെടുക്കുന്ന ദിവസമാണ്. എല്ലാ കേസുകളിലും ഒരു പരിധിയില്ലാതെ വിധി പ്രസ്താവിച്ച ജഡ്ജി എന്ന പേര് ഹിമാചൽ പ്രദേശിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഭാര്യയോടൊത്ത് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും രഹസ്യങ്ങൾ കൈവിരിച്ച് ചെല്ലും. അടുത്തുള്ള കോൺവെൻറ്റ് ചാപ്പലിൽ കുർബാനയ്ക്കായിട്ട് ചെന്നിട്ട് മഹിമയുടെയും പ്രകാശത്തിൻ്റെ രഹസ്യം അവിടെയും ചെല്ലും. കുർബാന കഴിഞ്ഞ് നന്ദി പ്രകടനം നടത്തും. അതിനുശേഷം ഞാൻ തിരിച്ചു പോരും. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് പത്രം ഓടിച്ചു വായിക്കും. പിന്നീട് 2 മണിക്കൂർ സമയം അന്ന് വിധി പറയേണ്ട കേസുകൾ ഞാനെടുത്ത് ഫയൽ നോക്കും. ഒരു പഴുതുമില്ലാതെ തെറ്റുമില്ലാത്ത രീതിയിൽ വിധി പ്രസ്താവിക്കാൻ എനിക്ക് ശക്തി തരുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള എൻ്റെ ശക്തിയാണ്. കുർബാനയില്ലാത്ത ദിവസം എനിക്ക് നഷ്ടപ്പെട്ട ദിവസമാണ്, ഒരു ഉണർവില്ലാത്ത ദിവസമാണ്. ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി അസംഷൻ പള്ളിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷം ഒരു വലിയ ഹർത്താൽ പ്രഖ്യാപിച്ചു. അവിടെ കളക്ടറേറ്റ് എല്ലാം വളയുകയാണ്. അന്നത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട് മുൻ വോളിബോൾ താരം ജിമ്മി ജോർജിൻ്റെ സഹോദരൻ ജോസ് ജോർജാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇന്ന് കൽപ്പറ്റയിൽ കളക്ടറേറ്റ് വളയുമ്പോൾ ശക്തമായി നേരിടാൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുണ്ട്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കാണ് പേര് ദോഷം. ഇന്നത്തെ കുർബാനയിൽ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. എന്നോടത്ത് ആ കുർബാനയിൽ ഈ ജോസ് ജോർജ് പങ്കെടുത്തു. പകൽ മുഴുവൻ ജനമെരമ്പുമ്പോൾ ജോസ് ജോർജ് കയ്യിൽ ശക്തമായി തോക്കും പിടിച്ച് പുറകിൽ ഇടതുകയും കെട്ടി നടന്നു. പുറകിൽ കെട്ടിയ കയ്യിൽ കൊന്ത ഉരുട്ടിക്കൊണ്ടിരുന്നു. വൈകിട്ട് 7 മണിക്ക് പള്ളിയിൽ വന്ന് പറഞ്ഞു, അച്ഛാ, ഒരു കരികലിക്ക് പോലും ക്ഷതമേറ്റില്ല. ഇന്നത്തെ കുർബാന ഇന്നത്തെ ദിവസം പിടിച്ചു നിൽക്കാൻ എനിക്ക് ശക്തി തന്നു. ഇന്ന് എനിക്ക് ശക്തി തരുന്നത് വിശുദ്ധ കുർബാനയാണ്. ഏത് രോഗവും ഏത് മനസ്സിൻ്റെ ഭാരവും അലട്ടുന്ന അസ്വസ്ഥതയുണ്ടോ അതിന് പിടിച്ചു നിൽക്കാനുള്ള ആ കൃപ, സൗഖ്യാനുഭവം നമുക്ക് തരുന്നത് വിശുദ്ധ കുർബാനയാണ്. തിരുവനന്തപുരം ജില്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ SP ആയിരുന്നു ഇരിങ്ങാലക്കുടക്കാരൻ ഔട്ടത്തൂർ സ്വദേശി ഫ്രാൻസിസ് ചിറ്റിലപ്പള്ളി സാറ്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ എന്നും രാവിലെ അദ്ദേഹവും ഭാര്യയും 3 മക്കളും അംഗരക്ഷകനും കൂടി കുർബാനയ്ക്ക് വരും. കുർബാന കഴിഞ്ഞ് 10 മിനിറ്റ് കണ്ണടച്ച് കൈകൂപ്പി നിൽക്കും. ഞാൻ ചോദിച്ചു, ഫ്രാൻസിസ് സാറ്, ഇത്രയേറെ തിരക്കുണ്ടായിട്ടും മുടങ്ങാതെ കൃത്യം കുർബാനയ്ക്ക് വരാൻ പറ്റുന്നെങ്ങനെ? അദ്ദേഹം പറഞ്ഞു, അച്ഛാ, 18 വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് വന്നത് വെറും 800 രൂപയായിട്ടാണ്. ഈ കരങ്ങൾ സക്രാരിയുടെ മുമ്പിൽ കൂട്ടിപ്പിടിച്ച് തുറന്നു പിടിച്ച് എന്തൊക്കെ ചോദിച്ചോ അതെല്ലാം അവൻ എനിക്ക് വെച്ച് തന്നിട്ടുണ്ട്. ആ തമ്പുരാനെ മറക്കുക എനിക്ക് സാധ്യമല്ല. വിശുദ്ധ കുർബാന ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. വീണ്ടും വിശുദ്ധ കുർബാന ഒരു ഭാവികാല യാഥാർത്ഥ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു 6-ാം അധ്യായത്തിലെ അവസാന വാക്യങ്ങൾ, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും നിത്യം ജീവിക്കും. നിത്യ ജീവിതത്തിന് അച്ചാരമെന്ന രീതിയിൽ വിശുദ്ധ കുർബാന ഒരു ഭാവികാല യാഥാർത്ഥ്യമാണ്. നാളെ ഞാൻ ജീവിക്കും എന്നതിൻ്റെ ഒരു ഭാവികാല ഉറപ്പ് എനിക്ക് ലഭിക്കുന്നു വിശുദ്ധ കുർബാനയിൽ. ഈ ശരീരം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും നിത്യം ജീവിക്കും. വിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ ആത്മബലിയാണ്. ആ രീതിയിൽ ഇത് ഭൂതകാല യാഥാർത്ഥ്യമാണ്, വർത്തമാനകാല യാഥാർത്ഥ്യമാണ്, ഇത് ഭാവികാല യാഥാർത്ഥ്യവുമാണ് വിശുദ്ധ കുർബാന. ഈ കുർബാനയെ പൂർവികർ വിളിച്ച വാക്ക് തിരുപ്പാതയം. തിരുപ്പാതയം, പാതയം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ്, പാതയം പൊതിച്ചോറ്. മനുഷ്യർ പണ്ട് നീണ്ട യാത്ര ചെയ്യുമ്പം ചോറും പൊതി കെട്ടിക്കൊണ്ട് പോകും. ക്ഷീണിക്കുമ്പം ഇരുന്ന് കഴിക്കും, പിന്നെയും യാത്ര തുടരും. അതുകൊണ്ട് വിളിക്കും കുർബാന പാതയം
പൊതിച്ചോറ്. തിരുപ്പാതയം സഭയുടെ യുഗാന്ത്യോന്മുഖമായ യാത്രയിൽ ക്രിസ്തു നമുക്ക് വേണ്ടി കെട്ടിത്തന്ന പൊതിച്ചോറാണ്. രണ്ടാമത്തെ ആഗമനം കഴിഞ്ഞാൽ പിന്നെ വിസ്തുർബാനയുടെ ആവശ്യമില്ല. അവന് രണ്ടാമത്തെ വരവ് വരെ മണവാട്ടി സഭയ്ക്ക് മണവാളം കെട്ടിക്കൊടുത്ത പൊതിച്ചോറ്, തിരുപ്പാതയം, വിശുദ്ധ കുർബാന.